അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ചിക്കൻ്റെ ഒരു പുതിയ ഡിഷായിട്ടാണ്. ചിക്കൻ ഹന്തി. ചിക്കൻ കറി, ചില്ലി ചിക്കൻ എല്ലാവരും പരീക്ഷിച്ചിട്ടുണ്ടാവും. ഇനി പരീക്ഷിക്കാൻ പറ്റിയൊരു നല്ലൊരു ഡിഷാണ് ചിക്കൻ ഹന്തി. ഇത് നമുക്ക് നെയ്ച്ചോറ്, വെള്ളയപ്പം, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. എന്നും പുതുമ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഡിഷായിരിക്കും. അപ്പോൾ നമുക്കിനി ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ 1 കിലോ, ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള 2 എണ്ണം, തക്കാളി ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് 4 എണ്ണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 എണ്ണം, തൈര് അധികം പുളിയില്ലാത്തത് 2 ടേബിൾ സ്പൂൺ, മല്ലിയില, 1/2 കപ്പ് ഓയിൽ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, നല്ല ജീരകം 2 ടേബിൾ സ്പൂൺ, ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി സ്ലൈസ് ചെയ്തത്. ഇനി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിക്കാം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മൂടി വെച്ച് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ സ്റ്റോക്ക് ചിക്കനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ അല്പം എണ്ണയൊഴിച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നന്നായി കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇടാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, എല്ലാം ഇട്ട് നന്നായി സോട്ട് ചെയ്യുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുക. തക്കാളിയും സവാളയൊക്കെ നന്നായി വഴഞ്ഞ് വരണം. അതിനുശേഷം ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എണ്ണ തെളിയുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പൊടികളിട്ട് വാട്ടുമ്പോൾ നന്നായി വാട്ടി കൊടുക്കണം, എന്നാലാണ് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുള്ളൂ. ഇനി ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ വീണ്ടും എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് കസൂരി മേത്തി 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ശേഷം 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുക. തൈര് ആഡ് ചെയ്യുമ്പോൾ പുളി ഇല്ലാത്ത തൈര് ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രഷ് ക്രീം താല്പര്യമുള്ളവർക്ക് ആഡ് ചെയ്യാം. നമ്മളിവിടെ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഹന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റി ഡിഷ് കൂടിയാണ്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുമുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻസിൽ അറിയിക്കുക. പച്ചമുളക്, മല്ലിയില, പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി എന്നിവയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.